Turn our attention to 2 Corinthians chapter 12 verse number 7 to 9. 2 കൊരിന്ത്യർ ലേഖനം 12 അധ്യായം 7 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ആർക്കെങ്കിലും ശബ്ദമുയർത്തി ഈ സമയത്ത് വായിക്കുക. Praise the Lord. Hallelujah. After a break, I see Dr. Angel also this morning to translate. Praise God for Dr. Angel. Praise the Lord. ഈ രാവിലെ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്ന ചിന്ത ഗ്രേസ്, കൃപ എന്ന വിഷയമാണ്. This morning we will meditate on the topic of grace. ഗ്രേസ് എന്ന പദം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം. It is an unmerited favor. Please open up your book. You have a book, right? Okay. Pen, book and a pen. Where is your book? It's at home. My goodness. Please bring next week, okay? All right, okay. Yes. 2 Corinthians chapter 12, verse number 7 to 9. The theme of my passage would be grace. Okay. To define grace in one term would be to define it as an unmerited favor. So, grace എന്ന വാക്ക് ഒറ്റ പദത്തിൽ പറഞ്ഞാൽ it is a unmerited favor. Grace in one word would be to define it as unmerited favor. The God's riches at a Christ expense. The riches of God at the expense of Christ. You can write it down. Amen. God's riches at a Christ expense. You know, grace എന്ന പദം 155 പ്രാവശ്യം ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We read the term grace in the Bible 185 times. ന്യൂ ടെസ്റ്റമെന്റിൽ 155 പ്രാവശ്യം ഈ വാക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. In the New Testament we read it 185 times. ഒരു ദൈവ പൈതലിനോട് ബന്ധപ്പെട്ട് അവന്റെ ജീവിതത്തിന്റെ രക്ഷയോട്, അവന്റെ ജീവിതത്തിന്റെ നീതീകരണത്തോട്, അവന്റെ ജീവിതത്തിന്റെ വിശുദ്ധീകരണത്തോട്, അവന്റെ ജീവിതത്തിന്റെ ശിഷ്യത്വത്തോട്, അവന്റെ ജീവിതത്തിന്റെ നിലനിൽപ്പിനോടും അവന്റെ ജീവിതത്തിന്റെ തേജസ്കരണത്തോടും ബന്ധപ്പെട്ട് കൃപ നിലനിൽക്കുന്നു. We see the establishment of grace in the life of a child of God, in his calling, in his selection, in his sanctification and in his establishment and in his upcoming glorification. Yes. അപ്പോൾ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലത്തിലും ഒരു ദൈവ പൈതലിന് കൃപ ആവശ്യമാണ്. And so in every area of a child of God's life, grace is necessary. കൃപ ഇല്ലാതെ ഒരു ദൈവ പൈതൽ ഈ ഭൂമിയിൽ ജീവിക്കുവാൻ കഴിയുകയില്ല. A child of God cannot live on the earth without grace. ഇന്ന് രാവിലെ ആ കൃപയുടെ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ ആ കൃപയെ നമുക്ക് സേവിംഗ് ഗ്രേസ് എന്നും ജസ്റ്റിഫൈയിങ് ഗ്രേസ് എന്നും ടീച്ചിങ് ഗ്രേസ് എന്നും സഫിഷ്യൻസി ഓഫ് ഗ്രേസ് എന്നും ഗ്ലോറിഫൈയിങ് ഗ്രേസ് എന്നും എനേബിളിംഗ് ഗ്രേസ് എന്നൊക്കെ നമുക്ക് ഈ ബൈബിളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We can read about grace as the all sufficient grace, the saving grace, the enabling grace and many other forms of grace. എന്നാൽ ഇന്ന് രാവിലത്തെ ഈ പ്രധാനപ്പെട്ട ചിന്താ വിഷയത്തെ 3 തലക്കെട്ടിൽ മാത്രം ഞാൻ ഒതുക്കുവാൻ ആഗ്രഹിക്കുന്നു. The number 1 തലക്കെട്ട് it's saving grace എന്ന പദമാണ്. But I'd like to limit our meditation today to 3 portions. The first is the saving grace of God. രക്ഷയുടെ കൃപയ്ക്ക് രക്ഷയിലുള്ള പങ്ക് എന്ന വിഷയമാണ് ആദ്യം നമ്മൾ ഇന്ന് രാവിലെ പങ്കുവയ്ക്കുവാൻ പോകുന്നത്. This morning we are going to learn together on the topic of how grace is needed for salvation. കാര്യം ഈ പദം പങ്കുവെച്ചില്ലെങ്കിൽ അടുത്തു പറയുന്ന പദത്തിന് അർത്ഥമില്ലാതെയായി തീരും. If we don't understand this portion, we will not understand the subsequent portions. അതുകൊണ്ട് ഇന്ന് രാവിലത്തെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഈ ഒന്നാമത്തെ പോയിന്റ് ഞാൻ പങ്കുവെക്കുന്നു. കൃപയ്ക്ക് ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ രക്ഷയ്ക്കുള്ള പങ്കെന്താണ്? And so the point that I would like to place before you and the question that I pose to you is, what is the portion of grace or the role of grace in salvation? എഫേസ്യ ലേഖനം 2-ാം അധ്യായമാണ്. അതിന് ഇന്ന് രാവിലെ ഞാൻ വീണ്ടും എടുക്കുവാൻ ആഗ്രഹിക്കുന്ന 2-ാം അധ്യായം അതിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ അതിനോട് ബന്ധപ്പെട്ട് ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. I desire to take you to the book of Ephesians chapter 2 and we'll read from verses 1 through 9. ഈ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വാട്ട് ഈസ് ഗ്രേസ് എന്നാണ് ശരിക്കും ഈ ചിന്തകൾ നമ്മെ പഠിപ്പിക്കുന്ന പദം. The thoughts and the concepts laid out from verses 1 through 9 teach us what is grace.
ഈ ഗ്രേസ് എന്ന പദം നമ്മൾ പഠിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ ചിന്ത നമ്മളോട് പൗലോസ് അപ്പോസ്തലൻ നമ്മോട് പങ്കുവെക്കുന്ന ഒരു പദമാണ് നാം എവിടെയായിരുന്നു എന്ന ഒന്നാമത്തെ ചിന്ത. And the first thought that the Apostle Paul lays out before you on the topic of grace is where you have been thus far. രണ്ടാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അതിക്രമങ്ങളാലും പാപങ്ങളാലും നാം മരിച്ചവരായിരുന്നു. In the first verse he says we were dead in trespasses and sins. അപ്പോൾ നാം ആരായിരുന്നു? നാം എവിടെയായിരുന്നു? We were dead in sins and trespasses. So who were we and where were we? We were dead in our sins and trespasses. എന്നാൽ മരിച്ചവരായിരുന്നു എന്ന് മാത്രമല്ല നമ്മെക്കുറിച്ചുള്ള പ്രത്യേകത, അല്ലെങ്കിൽ മരിച്ചതിന്റെ പ്രത്യേകത വേണമെങ്കിൽ 2-3 വാക്യങ്ങൾ കൂടെ വീണ്ടും പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്. Not only that we were dead in our sins and trespasses, he tells you additional thoughts in verses 2 and 3. മരിച്ച ഒരു വ്യക്തി ആത്മീയമായി മരിച്ച ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന കാര്യങ്ങൾ ഒന്ന് രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെ. We read the uniqueness of an individual who is dead in their spirit is that they walk according to the course of this world. Course of the world അല്ലെങ്കിൽ system of the world അല്ലെങ്കിൽ fashion of the world എന്ന് പറയുമ്പോൾ we were deviant by the system of this world. When we talk about the course of the world or the system of the world or the methods of the world, we had been deviating from the ways of God. അടുത്ത പദം പറയുന്നു ആകാശത്തിന്റെ അധികാരം. Next we read about the prince of the power of the air. അങ്ങനെയാണെങ്കിൽ ആകാശത്തിന്റെ അധികാരി ആരാണ്? In that way, who is the prince of the power of the air? ആകാശത്തിന്റെ അധികാരി ഡെവിളാണ്, പിശാചാണ്. We know that the prince of the power of the air is Satan. അങ്ങനെയാണെങ്കിൽ not only we were dead, we were deviant, we were devilish also. Amen. Not only were we dead, not only were we deviant, we were also under the power of the devil. പറയുന്നു അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ആത്മാവ്. Then we read that there is a spirit that is now at work in the sons of disobedience. അങ്ങനെയാണെങ്കിൽ not only we were dead, we were deviant, we were devilish, also we were disobedient. So then he says not only were we dead, but not only were we deviant, devilish, we were also disobedient. മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്ന് ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമുള്ളത് ചെയ്തു. Then we read that we conducted ourselves in the lust of our flesh, fulfilling the desires of the flesh and of the mind. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പറയാം, we were defiled എന്ന് നമുക്ക് പറയുവാൻ കഴിയും. Then we can say that we were also defiled. അടുത്ത് പറയുന്നു അങ്ങനെ നാം മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. Then we read that we were by nature children of wrath. We were doomed of children of wrath എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. Then we can see that we were doomed as the children of അപ്പോൾ wrath. ആറ് പ്രത്യേകത നമ്മെക്കുറിച്ച് അവിടെ പറയുന്നു. We were dead, we were deviant, we were devilish, we were disobedient, we were defiled. Not only that, we were doomed under the darkness of the kingdom of devil. So we see six things here. One, we were dead and we were deviant, we were devilish, we were disobedient, we were defiled, and we were doomed under the wrath of God. This was our stage. ഇതായിരുന്നു നമ്മുടെ അവസ്ഥ, രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ള അവസ്ഥ എന്ന് പറയുന്നത്. This was our condition prior to salvation. എന്നാൽ നാലാമത്തെ വാക്യത്തിൽ പറയുന്നു, but God, so the being in rich in mercy, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ചു. Then we read in verse 4, but God who is rich in mercy, because of his great love with which he loved us, he saved us. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഇപ്രകാരം കോപത്തിന്റെ മക്കളായിരുന്ന, ഡീവിയന്റ് ആയിരുന്ന, ഡിസൊബീഡിയന്റ് ആയിരുന്ന, സ്തോത്രം, ഡെഡ് ആയിരുന്ന, ഡെവിളിഷ് ആയിരുന്ന നമ്മെ കരുണാസമ്പന്നനായ ദൈവം അടുത്ത പദം പറയുകയാണ്, തന്റെ മഹാസ്നേഹത്താൽ നമ്മെ സ്നേഹിച്ച്. വേഴ്സ് നമ്പർ 5 പറയുന്നു, തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ നമ്മെ കാണിക്കുവാൻ ആഗ്രഹിച്ചു. We see that we who were dead and devilish and deviant and doomed under the wrath of God, by the great love of God, the Bible says in verse 5 and verse 6 that he desired to show us the greatness and the exceeding power of his grace. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഇപ്രകാരം ശാപത്തിന് കീഴിൽ, പാപത്തിന് കീഴിൽ, ദുഷ്ടതയുടെ കീഴിൽ, അന്ധകാരത്തിന് കീഴിൽ ആയിരുന്ന സമയത്ത്
സമയത്ത് മഹാസ്നേഹം നമ്മെ തേടി വന്നു എന്ന് മാത്രമല്ല, ആ കരുണ സമ്പന്നനായ ദൈവം ആ മഹാസ്നേഹം നമ്മുടെ മേൽ ചൊരിഞ്ഞ് കൃപയുടെ അത്യന്തധനം നമ്മുടെ മേൽ ചൊരിഞ്ഞ്, സ്തോത്ര, ആ സ്നേഹം നമ്മുടെ മേൽ ചൊരിഞ്ഞു. അതിന്റെ പേരാണ് കൃപ എന്ന് പറയുവാൻ കഴിയുന്നത്. And so while we were dead and doomed under the wrath of God, we see that God's great love had a plan to show forth the exceeding riches of his grace and his kindness towards us, and that is what the meaning of grace is. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. ഇപ്രകാരം ദൈവത്തിന് നമ്മോട് സ്നേഹം തോന്നുവാൻ നമ്മൾ ഒന്നും ചെയ്തതല്ല. And we did nothing to merit such a love that was shown unto us by God. ദൈവത്തിന് നമ്മോട് കരുണ തോന്നുവാൻ നാം ഒന്നും ചെയ്തതല്ല. We have done nothing to merit the love and the kindness that has been shown to മറിച്ച് us. കൃപയാൽ മാത്രമാണ് ഈ അനുഭവം നമുക്ക് ലഭിക്കുവാനിടയായി തീർന്നത്. Rather, it is the fact is that it is by grace alone that we have received അങ്ങനെ this. കൃപയാൽ രക്ഷിക്കപ്പെടുവാനുള്ള ഭാഗ്യം ദൈവം നൽകി തരുന്നു. And so by his grace he gave us the blessedness of salvation. അതുകൊണ്ട് എന്ത് സംഭവിച്ചെന്നു അടുത്ത 6ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്, സ്തോത്രം, അവൻ നമ്മെ ജീവിപ്പിച്ചു. 5ാമത്തെ വാക്യം. And in verse 5 we read that he made us alive together with Christ. അടുത്ത പറയുന്നു 6ാമത്തെ വാക്യത്തിൽ പറയുന്നു, അവൻ 7ാമത്തെ വാക്യത്തിൽ ഇംഗ്ലീഷ് മലയാളത്തിൽ പറയുന്നു, അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. And we also read that we were resurrected along with Jesus. 7ാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുന്നു. And in verse 7 we see that we were seated in the heavenlies with him. അങ്ങനെയാണെങ്കിൽ 3 കാര്യം നമ്മുടെ മേൽ സംഭവിച്ചപ്പോൾ, സ്തോത്രം, 3 ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മേൽ സംഭവിച്ചപ്പോൾ 3 കാര്യം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിച്ചു. When 3 things were extended to us, 3 results followed in our individual personal lives. എന്താണ് നമ്മുടെ മേൽ സംഭവിച്ച 3 കാര്യം? What are the 3 things that were extended to us? ആത്മാവിൽ മരിച്ച നമ്മുടെ മേൽ ജീവന്റെ വ്യാപാരം ഉണ്ടായി. We who were dead in the spirit received the movement of life and resurrection. അത് മാത്രമല്ല, യേശുക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. And not only that, we were resurrected along with Christ Jesus. മാത്രമല്ല, ഇന്ന് നമ്മെ സ്വർഗ്ഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു. And even today we have been seated in the heavenly places with Christ Jesus. പദത്തിന് അടുത്തൊരു അർത്ഥം കൂടിയുണ്ട്. There is another meaning for that term. heavenly placesലാണ് നാം ഇരുത്തപ്പെട്ടിരിക്കുന്നത്. We have been seated in the heavenly places. എത്ര പേർ ഇന്ന് രാവിലെ വിശ്വസിക്കുന്നു നാം we are seated on the heavenly places? How many of you believe this morning that you are seated in the heavenly places with Christ Jesus? ഇത് പറയാനായിട്ട് ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, The reason he says this following, you know heavenly place എന്ന് പറയുമ്പോൾ സ്വർഗ്ഗം, ദൂതന്മാർ, ദൈവ സിംഹാസനമുള്ള സ്ഥലമാണ്. when we talk about heavenly places, we're talking about the glorious place where the throne of God is placed. പഴയ നിയമത്തിൽ പ്രാകാരത്തിൽ മാത്രം നിന്നുകൊണ്ടാണ് ഒരു വിശുദ്ധന് ദൈവത്തെ ആരാധിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നത്. In the Old Testament, a man of God sanctified could only worship God standing in the outer courts. എന്നാൽ സ്തോത്രം, പുതിയ നിയമത്തിൽ നമുക്ക് എവിടെയാണ് ആരാധിക്കുവാൻ കഴിയുന്ന? എബ്രായ ലേഖനം 4:16 പറയുന്നു, അതുകൊണ്ട് ധൈര്യത്തോടെ സ്തോത്ര കൃപാസനത്തിനടുത്തേക്ക് കടന്നു വരുവാൻ നമുക്ക് ഭാഗ്യം ദൈവം നൽകി തന്നു. But under the new covenant, we read in the book of Hebrews that we can boldly approach the throne of grace this morning. എന്താണ് കൃപാസനം? What is the throne of grace? ലോകത്തിലെ ത്രോൺ അല്ലെങ്കിൽ സ്തോത്രം, ലോകത്തിലെ ത്രോൺ എന്ന് പറയുന്നതൊക്കെ എപ്പോഴും ഭയപ്പെടുത്തുന്നതാണ്. When we talk about throne in worldly terms, it is a matter of fear invoking a throne. അവിടെ ഒരു കിങ്ങിന്റെ ഒരു ഡിക്രി സ്തോത്രം നമ്മെ ഭീതിപ്പെടുത്തുന്നതാണ്. It is a place where the decrees of a king will cause fear in your hearts. എന്നാൽ ഒരു ദൈവ പൈതലിന് ഇന്ന് രാവിലെ സ്തോത്രം ഈ സിംഹാസനത്തിന്റെ പേര് the mercy seat എന്നാണ്. But we talk about the throne of God and it is called the mercy seat of God. പഴയ നിയമത്തിൽ പഠിക്കുന്നവർക്കറിയാം, ആലയത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിരിക്കുന്ന ഒന്നിന്റെ പേരാണ് the mercy seat, കൃപാസനം. And we read in the Old Testament, it is present in the most holy place, the mercy seat of God. അങ്ങനെയാണെങ്കിൽ മഹാപുരോഹിതന് മാത്രം ആണ്ടിൽ ഒന്ന് പ്രവേശിക്കുവാൻ കഴിയുന്ന ഒരു ഇടമായ mercy seatൽ കൃപാസനത്തിനടുക്കൽ വന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ബോൾഡി ആയിട്ട് ദൈവത്തോട് പ്രാഗൽഭ്യത്തോടെ
ധൈര്യത്തോടെ ദൈവസന്നിധി നമ്മുടെ വിഷയങ്ങളെ സമർപ്പിക്കുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി തന്നു. Therefore, we see that God has given us the privilege to approach the mercy seat of God, which is present in the most holy place where only the high priest could have gone. But now we are invited to that throne of grace. അവർക്ക് മനസ്സിലായില്ല. എന്നാൽ പുതിയ നിമിത്തം നമുക്കറിയാം ഇത് കൃപ ലഭിക്കുന്ന ഇടമാണ് ഈ mercy seat എന്നുള്ളത്. The Old Testament saints could not understand this, but today we can understand this is a place where you can receive grace. പുതിയ നിമിത്തത്തിലായിരിക്കുന്ന ഒരു ദൈവ പൈതലിന് സ്തോത്രം കൃപ ലഭിക്കുന്ന ഇടത്തു ചെന്ന് ദൈവത്തോട് നേരിട്ട് അഭിസംബോധന ചെയ്യുവാനുള്ള ഭാഗ്യം ദൈവം നമുക്ക് നൽകി തരുവാനിടയായി തീർന്നു. And so we see that God has given us the privilege to approach the throne of grace and receive that very grace of God. സന്തോഷത്തോടെ ഒരു സ്തോത്രം പറയാമോ? Can you say joyfully a hallelujah? Praise the Lord. Hallelujah. Praise the Lord. Hallelujah. പാരമ്പര്യ സാമുദായിക ബന്ധനങ്ങളിൽ നാം ആയിരുന്നപ്പോൾ, while we were under the chains of traditionalism, ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ നമുക്ക് കഴിയുവാൻ പ്രാഗൽഭ്യമില്ലാതിരുന്നപ്പോൾ, when we had no means of entering the presence of പല God, വിശുദ്ധന്മാരുടെ പേരിലും സ്തോത്രം അവർ മധ്യസ്ഥതയിലുമാണ് ദൈവത്തോട് പലതും നാം ചോദിച്ചത്. and we had many intercessors and many mediators through which we made our requests known unto എന്നാൽ God. പുതിയ നിയമത്തിന്റെ അഭിവാജ്യമായ സത്യം എന്തെന്ന് ചോദിച്ചാൽ ഒരു മധ്യസ്ഥനും കൂടാതെ ഇന്ന് രാവിലെ ധൈര്യത്തോടെ എന്റെ മേൽ പകരപ്പെട്ട ദൈവകൃപയുടെ ഭാഗമായി അവൻ എന്നെ ഇരുത്തിയിരിക്കുന്നത് ആ സ്വർഗീയ സ്ഥലങ്ങളിൽ അവനോട് അടുത്തിരുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ധൈര്യത്തോടെ കൃപാസനത്തിന് അടുത്തേക്ക് കടന്നു വന്ന് ഇന്ന് രാവിലെ ദൈവസന്നിധിയിലേക്ക് എന്റെ എല്ലാ വിഷയത്തെ പറയുവാൻ ദൈവം എനിക്ക് കൃപയോൽ ഭാഗ്യം തന്നു. അപ്രകാരം ലഭിച്ച ദൈവമക്കൾ സന്തോഷത്തോടെ ശബ്ദമുയർത്തി ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. But this morning we are seated in the heavenly places with Christ Jesus, and because we are seated with him, we have no need of an additional mediator or intercessor through which we make our requests known unto God. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാവിലെ കൃപയുടെ ഇടത്തിലേക്ക് കടന്നു വരുവാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കളാണ് ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന ദൈവമക്കൾ. And so I believe the people listening to me this morning are children of God who have been given the blessedness to be seated in the throne, in the grace of God in the heavenly places. Praise the Lord. Hallelujah. ഈ രാവിലെ സ്തോത്രം അടുത്ത ചിന്ത നീതീകരണത്തിൽ കൃപയുടെ സ്ഥാനമാണ്. ഞാൻ അത് പറയുവാൻ എനിക്ക് സമയമില്ല. ശിഷ്യത്വത്തിൽ കൃപയുടെ സ്ഥാനം. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ പല കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിലും അടുത്ത പ്രധാനമായിട്ട് ഞാൻ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരികയാണ്. I have many other things that I want to talk about, sanctifying grace and even the discipling grace, but let me come back to our original passage. വായിച്ച വാക്യം സ്തോത്രം പ്രൈസ് ദി ലോർഡ് കൊരിന്ത്യലേഖനം 12 അധ്യായത്തിന് 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളായിരുന്നു. It was the passage in 2 Corinthians chapter 12 verses 7 through 10. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സ്തോത്രം the saving grace എന്ന പദം നമ്മൾ പറയുവാനിടയായി തീർന്നു. So firstly we understood the meaning of the saving grace of God. saving grace ലഭിച്ച ഒരു ദൈവ പൈതലും സ്തോത്രം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവൻ ഓരോ ദിവസവും അനുഭവിക്കുന്ന മറ്റൊരു അനുഭവത്തിന്റെ പേരാണ് the sustaining grace. While a child of God has received the saving grace of God in his daily day-to-day life, he experiences the sustaining grace of God. You can write it down. Stotram. Those who experience the saving grace, they every day life they experience the sustaining grace. Amen. Hallelujah. Praise the Lord. എന്താണ് sustaining grace? What is the sustaining grace? കൊരിന്ത്യലേഖനം 12 അധ്യായത്തിൽ സ്തോത്രം പൗലോസ് തന്റെ ജീവിതത്തിൽ ഒരു ശൂലം നേരിട്ടത് ഇവിടെ കാണുവാൻ കഴിയുകയാണ്. We read that Paul is facing an infirmity in his life at this point. പ്രത്യേകിച്ച് പൗലോസ് ഈ 2 കൊരിന്ത്യലേഖനത്തിന്റെ 10 തൊട്ട് 13 വരെ നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. I want you to go home and read from verses 10 through 13. പൗലോസ് അനുഭവിക്കുന്ന 3 തര പീഡനങ്ങൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. There are three types of infirmities that he's facing there. ഒന്ന് external suffering. The first is external suffering. കൊരിന്ത്യലേഖനം 11 അധ്യായത്തിന്റെ 23 മുതലുള്ള വാക്യങ്ങളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. We read that in verse 23 onwards. ഞാൻ വേണമെങ്കിൽ വായിക്കാം. ഞാൻ ബുദ്ധിഭ്രമമായി ഞാൻ അധികം സംസാരിക്കുന്നു, അധിക പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി.
യഹൂദന്മാരാൽ ഞാൻ ഒന്ന് കുറെ 40 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോലിനാൽ അടി കൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു, ഒരിക്കൽ ഒരു രാപ്പകൽ വെള്ളത്തിൽ കഴിച്ച് ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു. നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കളിപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വ സഭകളെ കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ടായിരുന്നു. Paul describes to you all the compelling distresses that he goes through in this passage. അപ്പോൾ എക്സ്റ്റേണൽ ആയിട്ടുള്ള സഫറിങ്ങിനെ കുറിച്ച് പൗലോസ് അവിടെ പറയുകയാണ്. Paul describes to you the various external sufferings that he went through. പൗലോസ് മിഷണറി യാത്ര ചെയ്തത് അല്ലെങ്കിൽ അപ്പോസ്തലിക ശുശ്രൂഷ ചെയ്ത ഏകദേശം 30-35 വർഷമാണ്. Around 30 to 35 years was the time period in which നോട് ബന്ധപ്പെട്ടായിരിക്കാം തന്റെ ഒരു 30 വയസ്സിലാണ് ആയിരിക്കാം താൻ രക്ഷിക്കപ്പെട്ടതെന്ന് ആണ് സ്തോത്രം. അല്ലെങ്കിൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് തനിക്ക് വെളിപ്പാട് കിട്ടിയതെന്ന് വേദ പഠിതാക്കൾ സാധാരണ പറയാറുണ്ട്. Many scholars describe it as he might have been around 30 years of age, around the year 30 to 35 AD, that he began having an encounter with God on the way to Damascus. 68 കാലഘട്ടങ്ങളിൽ താൻ ഈ ലോകത്തിൽ നിന്ന് സ്തോത്രം അവസാനത്തെ മമ്രാട്ടിൻ ഗുഹയിൽ താൻ ആയിരുന്നപ്പോൾ സ്തോത്രം എഴുതപ്പെട്ട ലേഖനങ്ങൾ എഴുതി സ്തോത്രം തന്റെ അവസാനം താൻ സീസറിനാൽ സ്തോത്രം കൊല്ലപ്പെടുന്നു. AD 67-68 കാലഘട്ടങ്ങളിൽ നിന്നാണ് നാം അറിയപ്പെടുന്നത്. We know that around 67 to 68 AD is when he writes his final epistle and breathes his last under the persecution of King Caesar. 35-36 വർഷങ്ങളിൽ തന്റെ ശുശ്രൂഷ ജീവിതത്തിൽ ഒത്തിരി എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രതികൂലങ്ങളിലൂടെ കടന്നുപോയതാണ് നമ്മൾ ഇവിടെ വായിച്ചത്. In his 36 to 37 years of missionary journey, we see that he experienced a multitude of external sufferings. എന്നാൽ അതേ സമയത്ത് താൻ ഇന്റേണൽ സഫറിംഗ് ഒത്തിരി തന്റെ ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി തീർന്നു. At the same time, he also experienced many internal sufferings. അത് 10 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ അത് കാണുവാൻ കഴിയുന്നുണ്ട്. We read that from chapters 10 through 13. ഈ കൊരിന്ത് സഭയെ കുറിച്ച് പറയുമ്പോൾ പോളാണ് കൊരിന്ത് സഭ പ്ലാൻ ചെയ്തത്. When we talk about the Corinthian church, it was Paul himself that planted it. പ്രവൃത്തി 18 അധ്യായത്തിന് 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ അത് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. We read that in the book of Acts chapter 18 verses 1 through 13. ആ സഭയെ സ്തോത്രം ഒരു പിതാവ് നടത്തുന്നത് പോലെ താൻ നടത്തിയെന്ന് കൊരിന്ത് ലേഖനം 4 അധ്യായത്തിൽ കാണുവാൻ കഴിയുന്നു. We read in 1 Corinthians chapter 4 that he led that church as a father leads his own children. ആ സഭയെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ച് ഉറപ്പിച്ചുവെന്ന് 2 കൊരിന്ത് ലേഖനം 1 അധ്യായത്തിൽ 11 വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. We read in 2 Corinthians chapter 11 that he led that church with the burden of many prayers. അനേക മിഷണറിമാരെ ഈ സഭയിലേക്ക് അയച്ചു. പ്രത്യേകിച്ച് തിമോത്തിയോസിനെ, ടൈറ്റസിനെ, അപ്പൊല്ലോസിനെ താൻ ഇവിടേക്ക് അയച്ചത് ഈ 2 ലേഖനങ്ങളിലൂടെ കാണുവാൻ കഴിയുന്നുണ്ട്. He sent many missionaries and leaders to the Corinthian church. Specifically, he sent Timothy, Titus and Apollos, and we read that. മിഷണറി യാത്രയിൽ ഏകദേശം 1.5 വർഷത്തോളം താൻ കൊരിന്തിയിൽ നിന്ന് പ്ലാൻ ചെയ്ത ഒരു സഭയാണ് ഈ കൊരിന്ത് സഭ. During his second missionary journey, he remained there for more than a year or 18 months and established and led this church. മൂന്നാമത്തെ മിഷണറി യാത്രയിലും താൻ ഇവിടെ കടന്നു വന്നു എന്ന് ബൈബിളിൽ കാണുവാൻ കഴിയുന്നുണ്ട്. And we read in the word of God that he returned to that place during his third missionary journey as well. മാത്രമല്ല 13-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു അവൻ വീണ്ടും സ്തോത്രം ഇവിടേക്ക് കടന്നു വരുവാൻ 12-14 വീണ്ടും 3-ാം പ്രാവശ്യവും കൊരിന്തിയിൽ വരുവാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. We read that he had a desire to return back to Corinth for a third time in chapter 12 verse 14. ഇവർക്ക് വേണ്ടി 3-ലധികം ലേഖനങ്ങൾ എഴുതിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. We read that he has written at least 3 letters to the Corinthian church. ലേഖനങ്ങളാണ് നമ്മുടെ പക്കലുള്ളത്. 3 ലേഖനങ്ങൾ താൻ എഴുതിയതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. Though we only have 2 letters in our Bible, it is known that he has written 3 letters to the Corinthian church. ഈ സഭയുടെ ഒരു ഷെപ്പേർഡ്, ഈ സഭയുടെ ഒരു അപ്പോസ്തലൻ, ഈ സഭയുടെ ഒരു പിതാവ് എന്ന നിലയിൽ പൗലോസ് വളരെ വിശ്വസ്തയോടെ ദൈവത്തിനു വേണ്ടി വേല ചെയ്തു. As a shepherd, as a father and as an apostle of this church, he very faithfully served this church. എന്നാൽ 10-ാം അധ്യായത്തിൽ 10 മുതൽ 13 വരെ ഉള്ള അധ്യായങ്ങളിൽ തനിക്ക് ഈ സഭയിൽ നിന്ന് നേരിട്ട പ്രതികൂലങ്ങളെക്കുറിച്ച് താൻ ഒരു ഓട്ടോബയോഗ്രഫി താൻ എഴുതുകയാണ്. From chapters 10 through 13, he writes an autobiography like document detailing the sufferings of this man of God. ഇമോഷണലായി താൻ എഴുതപ്പെട്ട മറ്റൊരു ലേഖനമില്ല. There is no other epistle where there is such a great amount of emotion expressed through his letters. ഈ സഭ ഇദ്ദേഹത്തെക്കുറിച്ച് വളരെയധികം പരാമർശങ്ങൾ നടത്തുന്നുവെന്ന് തനിക്ക് മനസ്സിലാകുവാനിടയായി തീർന്നു. He understood much
much reproach was approaching him because of the people of this church. 10:2 പൗലോസ് പറയുന്നത് നോക്കണം, ഞങ്ങൾ ജഡത്തെ അനുസരിച്ച് നടക്കുന്നു എന്ന് നിരൂപിക്കുന്ന ചിലരോട്. അങ്ങനെയാണെങ്കിൽ പൗലോസ് ജഡത്തെ അനുസരിച്ചാണ് നടക്കുന്നതെന്ന് ഈ സഭയിൽ ഒരു പറച്ചിലുണ്ട്. He understood that people were talking about him leading the church according to the flesh. 10:10 സ്തോത്രം അവിടെ എഴുതിയിരിക്കുന്ന മറ്റൊരു പദം, അവന്റെ ലേഖനങ്ങൾ കനൂറ്റുള്ളവ എന്നാൽ ശരീരസന്നിധിയോ ബലഹീനം. അങ്ങനെയാണെങ്കിൽ സ്തോത്രം ഇവന്റെ ബോഡി പ്രസൻസ് വീക്കാണ്, അല്ലെങ്കിൽ ഇവനെ കാണാൻ ഒരു സൗന്ദര്യമില്ലാത്തവനാണെന്ന് ഈ സഭയ്ക്ക് അങ്ങനെ ഒരു പറച്ചിലുണ്ടെന്ന് തനിക്ക് മനസ്സിലാവാനിടയായി And he തീരുകയാണ്. writes in chapter 10 verse 10 that the people were talking about him as having letters that are weighty and powerful, but his bodily presence was weak, and they would make fun of his appearance and his speech. 11:10 വീണ്ടും പറയുകയാണ്, ഞാൻ നിങ്ങളെ സ്നേഹിക്കായികൊണ്ട്. 11ാമത്തെ വാക്യം. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് പൗലോസിന് ഇവരോട് സ്നേഹമില്ല എന്ന ഒരു ചിന്ത ഉണ്ട് എന്ന് തനിക്ക് മനസ്സിലാവാനിടയായി തീർന്നു. We read in verse 11 that he understood that the people felt that there was no love in his heart for these people. 11:31 നോക്കിക്കേ സ്തോത്രം. അവിടെ ഇങ്ങനെ പറയാൻ, നമ്മുടെ കർത്താവ് യേശുക്രിസ്തു ദൈവവും സ്തോത്രം ഞാൻ പോഷ്കല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൻ പറയുന്നതെല്ലാം പോഷ്കാണെന്ന് വിശ്വസിക്കുന്നവർ ഈ സഭയ്ക്കകത്തുണ്ടായിരുന്നു. There were people in verse 13 that considered that he was quite prideful and boasting in that church. 12:17 നോക്കിക്കേ. 17 പറയുകയാണ്, ഞാൻ നിങ്ങളുടെ അടുക്കൽ അയച്ചവരിൽ വല്ലവരെയും കൊണ്ട് നിങ്ങളോട് വല്ലത് വഞ്ചിച്ചെടുത്തുവോ? അങ്ങനെയാണെങ്കിൽ താൻ അയച്ച ചില മിഷണറിമാര് ഈ സഭയെ വഞ്ചിച്ചു എന്ന് ഈ സഭയിൽ ഒരു പറച്ചിലുണ്ടായിരുന്നു. In verses 17 and 18 there was an understanding that the people felt that he had deceived them to snatch materialistic blessings from them. 13:3 നോക്കിക്കേ. ക്രിസ്തുവിനിൽ സംസാരിക്കുന്നതിന് നിങ്ങൾ തുമ്പന്വേഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവനിലൂടെ ക്രിസ്തുവല്ല സംസാരിക്കുന്നതെന്ന് ഇവർ വിശ്വസിച്ചിരുന്നുവെന്ന് ആ ചിന്ത കൊണ്ട് അവർ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു. നമുക്ക് മനസ്സിലാകുവാനിടയായിത്തീരുന്നു. By reading chapter 11 verse 3 we understand that the people felt that whatever his teachings are were not from Jesus himself. 13:6 ഞങ്ങൾ കൊള്ളരുതാത്തവരല്ല. അങ്ങനെയാണെങ്കിൽ പൗലോസ് കൊള്ളരുതാത്തവനാണ് എന്ന് ഇവർ വിശ്വസിച്ച ചിലർ ഇതിനകത്തുണ്ടായിരുന്നു. And in chapter 11 verse 6 there were people who understood and believed that Paul was untrained in his speech and was incapable. 11:5 വാക് സാമർത്ഥ്യമില്ലാത്തവനാണ് എന്നൊരു ചിന്ത ഇവനെ കുറിച്ചുണ്ടായിരുന്നു. Then there was a thought that he had no training and no ability of eloquence in his speech. പൗലോസ് എന്ന വ്യക്തി സ്തോത്ര സഭയുടെ അപ്പോസ്തലനാണെങ്കിലും ഈ പൗലോസിനെ കുറിച്ചുള്ള വ്യക്തിപരമായ ഇപ്രകാരമുള്ള പരാമർശങ്ങൾ തന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഈ ചിന്തകൾ കൂടെ നമുക്ക് മനസ്സിലാകുവാനിടയായിത്തീരുന്നു. So we understand through all of these verses, though he has as a father established this church and poured into them, they believed many things that were of reproach concerning him. 12ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ അഫ്ലിക്ഷൻ കൂടാതെ മൂന്നാമത് മറ്റൊരു അഫ്ലിക്ഷൻ തന്റെ ജീവിതത്തിൽ നേരിടുകയാണ്. We read that in chapter 12 that not only external sufferings and internal sufferings, there was a third kind of suffering he was enduring. That is called a physical affliction. That is the physical suffering he was enduring. അതുകൊണ്ടായിരിക്കാം പൗലോസ് അവിടെ പറയുന്നത് സ്തോത്രം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ട എനിക്ക് ജഡത്തിൽ ഒരു ശൂലം തന്നിരിക്കുന്നു. We read in verse 11, lest I should be exalted above measure by the abundance of the revelation, there is a thorn in the flesh that was given unto me. സ്തോത്രം. അപ്പോൾ ശരീരത്തിൽ ഒരു സ്തോത്രം ജഡത്തിൽ ഒരു ശൂലം അവന്റെ ജീവിതത്തിൽ ഉണ്ട്. And so we read that there was a thorn, an infirmity in his flesh that was given unto him. ലേഖനത്തിലൂടെ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാകുവാനിടയായി ഇല്ലെങ്കിലും ചില വേദപണ്ഡിതാക്കൾ പറയുന്നത് തനിക്ക് അന്ധത കാര്യം ഗലാത്യ ലേഖനത്തിൽ താൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. താൻ പാർഷ്യലി ബ്ലൈൻഡ് ആയിരുന്നു എന്ന് നമ്മൾ കാണുവാൻ കഴിയുന്നുണ്ട്. Though we don't see it specifically mentioned in this letter, we read through reading other epistles that he might have had a visual deficit, and that was the thorn in his flesh. മാത്രമല്ല ചിലർ പറയുന്നു തന്റെ പുറകിൽ ഒരു വലിയ ഹംപ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. And some say that there was a great big hump on his back. ചിലർ പറയുന്നു ഇവന് ഒന്നിലധികം 40 പ്രാവശ്യം 5 പ്രാവശ്യം അടികൊണ്ടവനാണ്. അതുകൊണ്ട് അവന്റെ പുറത്തുണ്ടായ വടുക്കളും കാരണം വ്രണങ്ങൾ അവന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. We read that because of the many beatings that he endured, 5 times he was whipped in his back, and as a result he suffered a great
big deformity in his back leading to a hump. ചില വേദപണ്ഡിതാക്കൾ പറയുന്ന എപ്പിലെപ്സി പോലുള്ള എന്തോ ഒരു രോഗം ഇവനെ കൂടെയായി ഭരിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. Some scholars even postulate that he might have had epilepsy or seizures. അങ്ങനെ എന്താണെങ്കിലും ഈ രോഗം വിട്ടുമാറുവാൻ പൗലോസ് ഇപ്പോൾ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചുവെന്ന് 8ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. Whatever the case might be, we read in verse 8 that he pleaded with the Lord 3 times that it might be removed from എന്നാൽ him. കർത്താവ് അവന്റെ രോഗം മാറ്റിയില്ല. അതിനു പകരം കർത്താവ് അവനോട് പറയുകയാണ്, എന്റെ കൃപ നിനക്ക് മതി. But the Lord does not remove the infirmity and instead replies, my grace is sufficient for you. എന്റെ കൃപ നിനക്ക് മതി. My grace is sufficient for you. അവന്റെ രോഗം ദൈവം മാറ്റി കൊടുത്തില്ല. The Lord did not remove his infirmity. external affliction ദൈവം മാറ്റി കൊടുത്തില്ല. The Lord did not remove his external suffering. അവൻ അനുഭവിക്കുന്ന വേദനയും ദൈവം മാറ്റി കൊടുത്തില്ല. മറിച്ച് ദൈവം അവനോട് പറയുകയാണ്, my grace is sufficient for you. The Lord did not remove his internal sufferings or his physical afflictions, and the Lord instead says, my grace is sufficient for you. അങ്ങനെയാണെങ്കിൽ ആ കൃപ, sufficiency of grace അല്ലെങ്കിൽ enabling grace എന്ന് ഇന്ന് രാവിലെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. So I'd like to title this as a sufficient grace or an enabling grace. രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ, സ്തോത്രം, കൃപയുടെ അത്യന്ത ധനം പ്രാപിച്ച ഒരു ദൈവ പൈതൽ അവന്റെ ജീവിതത്തിന്റെ ഓരോ മണ്ഡലത്തിലും അവൻ അനുഭവിക്കുന്ന മറ്റൊരു അനുഭവത്തിന്റെ പേരാണ് the sufficiency of grace. When a child of God goes through difficult sufferings in his life, having experienced the external riches, the exceeding riches of his grace, experiences the sustaining and the sufficiency of this grace. ഞാൻ ഇന്നലെ ആ പദത്തെ കുറിച്ച് പറയുവാനായിട്ട് സ്തോത്രം ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചപ്പോൾ ആ പദം ഞാൻ ഇങ്ങനെ ചിന്തിക്കുവാനിടയായി തീർന്നു. സ്തോത്രം, നമ്മൾ വീണു പോകുമെന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ, നമ്മൾ ഇതോടെ തകരുമെന്ന ഒരു സാഹചര്യം നമ്മുടെ മുൻപിൽ വരുമ്പോൾ, സ്തോത്രം, നമ്മെ പോറ്റി നിർത്തുന്ന, നമ്മെ ബ്ലാങ്കറ്റ് പോലെ മറയ്ക്കുന്ന ഒന്നിന്റെ പേരാണ് the enabling, the sufficiency of this grace. I thought to myself yesterday as I was preparing this that while you may think that you're about to fall and stumble, in that moment something wraps you around and surrounds you like a blanket, and that is the sufficiency of the grace of God. Hallelujah. 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 ഈ കൃപയില്ലായിരുന്നെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കില്ല. If this grace was not there, I could not preach to you from this ഈ place. കൃപയില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ഈ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുവാൻ കഴിയില്ലായിരുന്നു. Without this grace, you would not be seated in your seats this morning. അപ്പോൾ സ്തോത്രം, ഈ sufficiency of grace നമ്മെ ഒരു ബ്ലാങ്കറ്റ് പോലെ ദൈവം ഇന്ന് രാവിലെ പൊതിഞ്ഞിരിക്കുകയാണ്. And therefore the sufficiency of God's grace is surrounding us like a blanket this morning. ആവർത്തന പുസ്തകം 32:11 വാക്യമുണ്ട്. സ്തോത്രം, ആ പദം ഇങ്ങനെ പറയുകയാണ്, ഒരു കഴുകൻ തന്റെ കുഞ്ഞുങ്ങൾക്ക് മീതെ പറക്കുന്നത് പോലെ. We read in the word of God that as an eagle flies above her eaglets. Praise the Lord. Yes, Lord. എന്താണെന്ന് അറിയാമോ ആ പദത്തിന്റെ അർത്ഥം? Do you know the meaning of that? കഴുകൻ തന്റെ കുഞ്ഞുങ്ങൾ, സ്തോത്രം, കുഞ്ഞുങ്ങൾക്ക് കൂട് ഉണ്ടാക്കുന്നത് വലിയ പർവ്വത ശിഖരങ്ങൾക്ക് മുകളിലാണ്. Generally an eagle builds a nest for her eaglets in the pinnacles of mountains. ചില മാസങ്ങൾ കഴുകൻ തന്റെ കുഞ്ഞുങ്ങൾക്ക്, സ്തോത്രം, ഭക്ഷണം നൽകി കൊടുക്കും. And for many months the eagle will prepare food and nutrition for her eaglets. ഭക്ഷണം കൊടുത്ത് ഇപ്പോൾ ഈ കുഞ്ഞുങ്ങളൊക്കെ തടിച്ച് മിടുക്കരായി ഇപ്പോൾ ചെറിയ ചിറകൊക്കെ അവർക്കുണ്ടായി കഴിയും. And after eating for many months they have grown up and they are fattened and they are ready to fly. ഈ സമയത്ത് ഈ മാതാവ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. There is something this mother will do at that point in their ഈ development. സമയത്ത് ഈ സ്തോത്രം, ഈ കൂട് ഒന്ന് ഇളക്കും. She will begin to shake that nest. ഇന്നലെ വരെ ഉറച്ചിരുന്ന കൂട് ഈ കഴുകൻ തള്ള ഇളക്കും. Until then the nest was safely secured, but now this mother begins to shake the nest. എന്തിനാണ് തള്ള കഴുക നീ ഈ കുഞ്ഞുങ്ങളുടെ കൂട് ഇളക്കുന്നത്? Why do you, mother eagle, shake the very nest of your eaglets? അമ്മ പറയും, എന്തിനെന്ന് ചോദിച്ചാൽ എന്റെ കുഞ്ഞുങ്ങളെ പറക്ക പഠിപ്പിക്കുവാൻ ഞാൻ ആരംഭിക്കുകയാണ്. She will respond to you and say, I want to teach my eaglets to fly. ഇന്നലെ വരെ ഞാനാണ് അവരെ
പോഷിപ്പിച്ചുകൊണ്ടിരുന്നത്. I had been providing for them and sustaining them until yesterday. എന്നാൽ ഇന്നു മുതൽ ഞാൻ അവരെ പറക്ക പഠിപ്പിക്കുവാൻ തുടങ്ങിയാണ്. But today onwards, I'm teaching them how to fly. ഇത് പറക്ക പഠിപ്പിക്കുവാൻ ആദ്യം ചെയ്തു, കൂടിളക്കി. And so to make them fly, she begins to shake the ഈ nest. കുഞ്ഞുങ്ങൾ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴോട്ട് പതിച്ചുകൊണ്ടിരിക്കുകയാണ്. And so from the pinnacles of the mountains, the eaglets begin to drop down. കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെ പറക്കേണ്ടതെന്ന്. They don't know how to fly. ആകെ അവർ കാണുന്നത് താഴെ ഇതാ താഴ്വാരത്തില് ചിതറിക്കിടക്കുന്ന ചില കല്ലുകളാണ് കാണുന്നത്. All they are able to see during their free fall are the fragments of rocks at the bottom of the valley. ആകാശത്തുനിന്ന് താഴേക്ക് വീഴുമ്പോൾ അവർ ചിന്തിക്കും, ഞങ്ങൾ ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഈ കൂർത്തുമൂർത്ത കല്ലുകളിൽ സ്തോത്രം ഞങ്ങളുടെ ശരീരം ഉടഞ്ഞ് ഞങ്ങൾ ചത്തുപോകും. And as they're falling from the pinnacles of the mountains, they might be thinking to themselves, we are going to crash down to the ground and we might be broken to pieces by the sharp rocks. സമയത്ത് ഈ തള്ളക്കടുകൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. At that point in time, there is something the mother eagle will do. അവസാന നിമിഷം ഇവർ പതിക്കുമെന്ന ഒരു സാഹചര്യം തങ്ങളുടെ മുൻപിൽ വരുമ്പോൾ, right before their point of impact, ഈ തള്ളക്കടുകൻ താൻ ചിറക് വിടർത്തിക്കൊണ്ട് ആ കുഞ്ഞുങ്ങളുടെ കീഴെ വന്ന് ആ സ്തോത്രം താഴെ പതിക്കുവാൻ പോകുന്ന കുഞ്ഞുങ്ങളെ തന്റെ ചിറകിൻ മീതെ വഹിക്കും. This mother eagle will swoop down with her wings completely opened out and she will carry the eaglets upward. ആ വഹിച്ചുകൊണ്ട് അവൻ മീതെ വീണ്ടും പറക്കും. And once again she will take them to the heights. വീണ്ടും താഴേക്ക് പതിക്കും. And once again she will throw them down. പ്രാവശ്യം പതിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ പറക്കി ആരംഭിക്കും. And at some point in time when they fall for the next time, they will begin to flap their wings and fly. എന്തിനാണ് ദൈവം ചില സമയത്ത് കൂടളക്കിയെന്നറിയാമോ? Do you know why the Lord has shaken your nest today? നിന്നെ പറക്ക പഠിപ്പിക്കാനാ. He is showing you and teaching you how to നിന്നെ fly. പറക്ക പഠിപ്പിക്കാനാ. He's teaching you how to fly. എങ്കിലും ആ കൃപയുടെ ചിറകിന്നം കീഴെയാണ് ഇന്ന് രാവിലെയും. And yet you are still under the shadow of the wings of His grace this morning. Hallelujah. മത്തായിയുടെ സുവിശേഷം 23:37 സ്തോത്ര കർത്താവ് പറയുന്ന ഒരു പദമുണ്ട്, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ ചേർത്തതുപോലെ. In Matthew 23 and verse 37, Jesus says, as a hen seeks to gather her chicks under her wings. കൃപയുടെ അടുത്ത പദം കേൾക്കുക, സ്തോത്രം, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ മീതെ ചേർക്കും. Look at another manifestation of grace, like a hen gathers her chicks under her wings. Under her wings. കാര്യം നമുക്കറിയാം, സ്തോത്രം, പരിന്തുകൾ കുഞ്ഞുങ്ങളെ സ്തോത്രം ഇത് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഈ തള്ളക്കടുകൻ ഈ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ തന്റെ ചിറകിന് കീഴെ. When a predator comes to steal and take away the baby chicks, we see that the hen gathers her chicks under her wings. ഇതിന്റെ പേരാണ് the sustaining grace. This is what we call the sustaining grace. രാവിലെ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടോ? Is there anybody listening to me this morning? ദൈവസന്നിധിയിലായിരിക്കുന്നത്. In this morning you are in the presence of God. കടുകൻ കുഞ്ഞുങ്ങളെ തന്റെ ചിറകിന് മീതെ വഹിച്ചതുപോലെ, as an eagle bears her eaglets on top of her wings, കോഴി തന്റെ ചിറകിന് കീഴിൽ വഹിച്ചതുപോലെ, and as a hen gathers her chicks under her wings, ദൈവത്തിന്റെ പരിപാലനത്തിന്, കൃപയുടെ പരിപാലനം ഇന്ന് രാവിലെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ. This grace is sufficient for you. You are still experiencing the sustenance of God and the provision of God, and that is the sustaining grace of God. കൃപയുടെ നീളം എത്രയാണ്? What is the length of this grace? കൃപയുടെ ആഴം എത്രയാണ്? What is the depth of this grace? ഞാൻ ഇന്ന് രാവിലെ പറയുന്നു, ഈ കൃപയുടെ നീളം എത്രയാണെന്ന് ചോദിച്ചാൽ ആ കഴുകന്റെ ചിറക് പോലെ ഈ കൃപയുടെ നീളവും വലിപ്പമുള്ളതാണ്. If you ask me what is the length of the grace, I would tell you it's as long as the flap, the wing flaps of an eagle is. തള്ളക്കോഴിയുടെ ചിറകിന്റെ വലിപ്പം പോലെ ഈ കൃപയുടെ വലിപ്പവും വലുതാണ്. Just as the wingspan of an eagle is massive, the length of this grace is also massive. ആ കൃപ ഇന്ന് രാവിലെയും നമ്മെ സസ്റ്റെയിൻ ചെയ്യുന്ന കൃപയാ. And this grace is a grace that sustains us even this morning. Jesus. മറ്റൊരു പദം ഇങ്ങനെയുണ്ട്, Another word. പിതാവ് തന്റെ മകനെ മരുഭൂമിയിൽ വഹിക്കുന്ന പോലെ ഞാൻ നിന്നെ വഹിക്കുന്ന ദൈവമാണ്. We read there that as a father, hallelujah, carries a young child in the wilderness, the Lord says, I will carry you.
അപ്പനും മകനും കൂടെ ഒരുമിച്ച് യാത്ര ചെയ്യുക. A father and son are traveling together. എന്നാൽ മരുഭൂമിയിലെ ചൂട് കാറ്റടിച്ച് But because of the strong, warm winds of the wilderness, പഴുത്ത് കിടക്കുന്ന കല്ലുകൾ, and there are very heated rocks on the road. കൂർത്ത കല്ലുകൾ എന്റെ കുഞ്ഞിന്റെ കാലുകൾ പതിക്കുമ്പോൾ അവന്റെ കാലുകൾ വേദന എടുക്കുകയും അവയിൽ നിന്ന് മുറിവരുമെന്നും മനസ്സിലാകുന്ന ഈ അപ്പൻ തന്റെ മകനെ മരുഭൂമിയിൽ വഹിക്കും. The father understands when the child walks on the sharp and the hot rocks of the desert, it will harm the child, and as a result, he will carry the child on his shoulders. ആ വഹിക്കുന്നതിന്റെ പേരാണ് കൃപ. That carrying is called grace. ഇന്ന് രാവിലെ നിന്നെ വഹിക്കുന്ന ഒരു ദൈവകൃപയുണ്ടല്ലോ, അതിന്റെ പേരാണ് കൃപ. There is a grace there is a carrying power that is carrying you. That is what we call grace. ഈ മരുഭൂമിയിൽ നീ തകർന്നു പോകുമെന്ന് ലോകം വിധി എഴുതിയപ്പോൾ, When the world declared that you will be destroyed in the wilderness, ഈ ചൂടുകാറ്റിൽ സ്തോത്രം നിന്റെ പാദങ്ങൾ മുറിയുമെന്ന് ലോകം വിധി എഴുതിയപ്പോൾ, and when the world declared that your feet will stumble under the heat of the warm winds of the desert, നിന്നെ തോളത്തിരുത്തി യാത്രയിപ്പിക്കുന്ന ഒന്നിന്റെ പേരാണ് ദൈവത്തിന്റെ കൃപ. there is something that carries you on his shoulders, and that is what we call grace this morning. നിന്റെ രോഗം ഇന്ന് രാവിലെ മാറിയില്ലെങ്കിലും, Even if your disease has not been removed, even if your pain has not been removed, മാറിയില്ലെങ്കിലും നിന്നെ തോളത്ത് വഹിക്കുന്ന ഒന്നിന്റെ പേരാണ് കൃപ. even if your suffering has not been removed, something is carrying you on that shoulder, and that is what we call grace. അവൻ തള്ളയാടുകളെ പതുക്കെ നടത്തുകയും കുഞ്ഞാടുകളെ തോളിലേറ്റുകയും ചെയ്യുന്ന ദൈവമാണ്. He is a God who will lead the older lambs very gently, and the ewe lambs carried over his shoulder. സ്തോത്രം. യൂദായുടെ ലേഖനത്തിൽ ഒരു പദമുണ്ട്, സ്തോത്രം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് അവന്റെ മഹിമാ സന്നിധി വരെ കളങ്കമില്ലാതെ നിലനിർത്തുന്നവന്. We read in the book of Jude that he will preserve your feet from stumbling until he presents you blameless before the Father. അവന്റെ നിറവിൽ നിന്ന് നിങ്ങൾക്ക് കൃപ നിറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. And from his fullness we have received grace upon grace. അവന്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ. From his fullness we have received grace and grace upon grace. Grace upon grace. രാവിലെ പറയുവാൻ പറ്റൂ, how many of you will say, from his fullness we have received grace upon grace? അവൻ വീഴാതെ സൂക്ഷിക്കുന്ന ദൈവകൃപയാ. By the grace of God he preserves us from stumbling. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, അവന്റെ പേരാണ് ഗ്രേസ്. As a man full of grace and truth, he dwelt among us, and his name is grace. അവൻ കൃപയാണ്. He is grace. ആ കൃപയാണ് ഇന്ന് രാവിലെ എന്നെ പൊതിയുന്നത്. And it is that grace that covers. It is that grace that protects. It is that grace that leads you. It is what I'm experiencing today is the provision of that grace. Even when the whole world is against me, even when all my enemies have encamped around me, പൗലോസ് പറയാണ്, ഞാൻ അനുഭവിക്കുന്ന അവന്റെ കൃപയാണ്. Paul says what I'm experiencing is that very grace of God. I experience his sustaining grace. ഞാൻ അനുഭവിക്കുന്നത് കർത്താവിന്റെ sustaining grace ആണ്. അവന്റെ കൃപ എന്നെ പൊതിഞ്ഞിരിക്കുക. His grace has covered me. അവന്റെ കൃപ എന്നെ ഇന്ന് രാവിലെ പൊതിഞ്ഞിരിക്കുക. His grace has covered me this morning. ഇന്ന് രാവിലെ സന്തോഷത്തോടെ വിശ്വസിക്കുന്നു, അവന്റെ കൃപ എന്നെ പൊതിഞ്ഞിരിക്കുക. How many of you joyfully believe his grace has you covered this morning? Praise the Lord. Hallelujah. 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 ആ കൃപ എന്നെ വഹിക്കുന്ന കൃപയാണ്. It is a grace that carries me. ഒരു കാര്യം കൂടി ഉണ്ട്. One more thing is present. കൃപ എന്നെ ബലപ്പെടുത്തുന്ന കൃപയാണ്. This grace is a strengthening grace. പദം നോക്കി, എന്റെ കൃപ നിനക്ക് മതി. My grace is sufficient for you. എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരും. My strength is made perfect in weakness. അങ്ങനെയാണെങ്കിൽ, if that is the case, ഈ കൃപ നിന്നെ പൊതിയുക മാത്രമല്ല, not only does this grace cover you, കൃപ നിന്നെ ബലപ്പെടുത്തും.
This grace will strengthen you. എവിടെയാ ബലപ്പെടുത്തുന്നത്? Where does it strengthen you? അടുത്ത പദം പറയുകയാണ്, The next portion says, ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകളെ പ്രശംസിക്കും. therefore most gladly I will rather boast in my infirmities. അങ്ങനെയാണെങ്കിൽ എവിടെയാ ബലപ്പെടുത്തുന്നത്? Where does it strengthen എന്റെ you? ബലഹീന നേരങ്ങളിലെല്ലാം അവന്റെ കൃപ എന്നെ ബലപ്പെടുത്തും. In all my moments of weakness, His grace strengthens me. ഏതൊക്കെ മേഖലകളിൽ ഞാൻ ബലഹീനമാണോ, Wherever I might be weak. പൗലോസേ, നിന്റെ ജീവിതത്തിന്റെ ബലഹീനത ഇപ്പോൾ സഭ ഇപ്പൊ പറഞ്ഞ വാക്കുകളില് ആ ബലഹീനമാകുന്ന ഏത് മേഖലയിലോ അവന്റെ കൃപ നിന്നെ പൊതിയാണല്ലോ. Paul, the church has pointed out many weaknesses in you, but in all of those weaknesses, there is a grace that is covering you and strengthening you. ലോകം സ്വന്തം ബലഹീനമാണെന്ന് നിന്നെ നോക്കി വിധി പറയുന്നു. എല്ലാ മേഖലകളിലും അവന്റെ കൃപ നിന്റെ ബലഹീനത തികയുകയാണ്. In every area of weakness that is pointed out to you by this world, His grace is strengthening you. അത് നിന്നെ ബലപ്പെടുത്തുകയാ. It is strengthening ലോകത്തിൽ you. നിന്നെ ബലപ്പെടുത്തുവാൻ ഒരു മനുഷ്യന് കാണത്തില്ല. No man in this world can strengthen ലോകത്തിൽ നിന്നെ you. ആശ്വസിപ്പിക്കുവാൻ ഒരു പാസ്റ്ററിന് കഴിയത്തില്ല. No person in this world can comfort you. എന്നാൽ ഇന്ന് നിന്നെ ബലപ്പെടുത്തുന്ന ഒന്നുണ്ട്, അതിന്റെ പേരാണ് ദൈവകൃപ. But there is something that empowers you this morning, and that is the grace of God. വിശ്വസിക്കുന്നവർ അല്പനേരം ഒന്ന് കരങ്ങളടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് Can we put our തുടങ്ങിയാട്ടെ. hands together? Haraba Shatana Vaidana Ratababara Shatalara Shagadia Vaishana. Oh, Havana Shatana. Oh, Rakatana Rebra Katara Bayato. Praise the Lord. Jesus, hallelujah. Praise the Lord. Hallelujah. The sustaining grace, The sustaining grace, the enabling grace, the enabling grace, strengthening grace, നമ്മെ ശക്തിപ്പെടുത്തുന്ന കൃപ, ബലപ്പെടുത്തുന്ന ദൈവകൃപ. the strengthening grace of God. അത് ഓരോ നിമിഷം കർത്താവ് നമുക്ക് നൽകി തന്നുകൊണ്ടിരിക്കുക. He is giving it to us moment by moment. ദൈവത്തിലേ, അതുകൊണ്ട് ഈ മരുഭൂമി യാത്ര നീ ഭാരപ്പെടണ്ട. Child of God, in this wilderness journey, you don't need to be burdened. നിന്നെ Hallelujah. enable ചെയ്യുന്ന, നിന്നെ സസ്റ്റെയിൻ ചെയ്യുന്ന, നിന്നെ ശക്തിപ്പെടുത്തുന്ന കൃപ നിന്നെ പൊതിഞ്ഞിരിക്കുക. There is a grace that has covered you. It is a sustaining grace. It is an enabling grace. And it is a strengthening grace. നിനക്ക് എതിരായി വരുന്ന ചോദ്യങ്ങളെ സ്തോത്രം നിനക്ക് നേരിടുവാൻ കഴിവില്ല. There are many questions that are posed to you that you are not able to confront. എന്നാൽ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൃപയാട്ടോ. But the answer to all your questions is നിന്റെ grace. രോഗത്തിന് ഉത്തരം കൃപയാട്ടോ. Whatever the answer might be, it is grace. ഉത്തരം കൃപയാ. The answer to your weakness is grace. ആ കൃപ നിന്നെ ഇന്ന് രാവിലെ പൊതിയ. This grace has covered you this ഞാൻ morning. അവസാനിപ്പിക്കുകയാണ്. As I come to a close, മൂന്നാമത്തെ ചിന്തകൾ കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, ഞാൻ നിർത്തുകയാണ്. though I have a desire to go to the third portion, I'll stop here. Saving grace and the sustaining grace. Firstly was the saving grace, then was the sustaining grace. And the third one is a glorifying grace. The third is a glorifying grace. വരുവാനുള്ള ദൈവകൃപ. It is the grace that is yet to come. 1 പത്രോസ് 1:13 നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിക്കണം. You can read 1 Peter 1 verse 13 when you go home. വരുവാനുള്ള ദൈവകൃപ. It is a grace that is yet to be revealed. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ ഇത്ര കൃപ നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, Though we have experienced an abundance of grace on this earth, ഇത് വരുവാൻ പോകുന്ന കൃപയുടെ മഹത്വം എന്തോ ആയിരിക്കുമെന്ന് ഒരു വീണ്ടും ജന്മം പ്രാപിച്ചവന് മാത്രമേ അത് അറിയത്തുള്ളൂ. there is a grace that is yet to be revealed, and only those that are born again have an imagination to see how great that is yet to be. ആ കൃപയുടെ മഹത്വം ഇന്ന് രാവിലെ ആത്മമണ്ഡലത്തിൽ കാണുവാൻ കഴിയുന്നവർ എന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. If you're able to see the greatness of that grace in your spiritual eyes this morning, can you stand up with me? ആത്മമുഖരത്തിൽ അത് കണ്ടുകൊണ്ട് ഈ പാട്ടുകൾ നമുക്ക് ഇന്ന് രാവിലെ ആത്മാവിൽ പാടാം. Can you visualize the greatness of that grace as we come to a close and sing a song together? Hallelujah. Rante rebodo